നമസ്കാരം. ഏഷ്യാനെറ്റ് ക്യാഷ് ബാക്കിന്റെ ഈ ആഴ്ചത്തെ ലക്കി ഡ്രോ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഏഷ്യാനെറ്റ് ക്യാഷ് ബാക്ക് എന്താണെന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം. എന്നാലും വളരെ ചുരുക്കി പറയാം. കഴിഞ്ഞ ഒരാഴ്ച കാലഘട്ടത്തിൽ നമ്മുടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരളത്തിലുടനീളം പുതിയ ഏഷ്യാനെറ്റിൻ്റെ ഫൈബർ കണക്ഷൻ എടുത്തിട്ടുള്ള ഉപഭോക്താക്കളിൽ നിന്ന് നമ്മൾ ഭാഗ്യശാലികളെ തിരഞ്ഞെടുക്കുകയാണ്. 12 ക്ലസ്റ്റേഴ്സായി ഡിവൈഡ് ചെയ്തുകൊണ്ട് ഈ 12 ക്ലസ്റ്റേഴ്സിൽ നിന്നും ഓരോ ഭാഗ്യശാലി, അങ്ങനെ 12 ഭാഗ്യശാലികളെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഈ ലക്കി ഡ്രോയിൽ ഭാഗ്യശാലികളായി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്നത് അവർ ഏത് പ്ലാൻ ആണോ എടുത്തിരിക്കുന്നത് അതിൻ്റെ 100% ക്യാഷ് ബാക്ക് ആണ്. അപ്പോൾ കൈ നിറയെ സമ്മാനങ്ങളും ക്യാഷ് ബാക്കും ഒക്കെയായി മറ്റൊരു എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാൻ സമയമായിരിക്കുന്നു. ഇനി ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് ഈ എപ്പിസോഡിൻ്റെ ഇടയ്ക്ക് വരാം. തൽക്കാലം പതിവ് പോലെ നമുക്ക് ഇന്നും ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഇന്ന് ഏഷ്യാനെറ്റ് ക്യാഷ് ബാക്ക് 100% ക്യാഷ് ബാക്ക് ലഭിച്ചിരിക്കുന്ന 12 ക്ലസ്റ്റേഴ്സിലെ ആ 12 ഭാഗ്യശാലികളെ ഡിക്ലെയർ ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത് മിസ്റ്റർ AR ആനന്ദാണ്. അദ്ദേഹം ഒരു ജേർണലിസ്റ്റാണ്, അതിലുമുപരി ഒരു എഴുത്തുകാരനാണ്. നമ്മുടെ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ സജീവമായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് നമ്മുടെ ഈ ഫ്ലോറിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്തേ. ആദ്യം തന്നെ നമ്മുടെ ഏഷ്യാനെറ്റ് ക്യാഷ് ബാക്ക് നമ്മൾ 12 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് 100% ക്യാഷ് ബാക്ക് സമ്മാനം കൊടുക്കുന്നതാണ് ഈ പ്രോഗ്രാം. അപ്പോൾ അതിൻ്റെ അതിഥിയായിട്ട് എത്തിയതിലുള്ള സന്തോഷം ആദ്യം തന്നെ അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ഈ ക്ലസ്റ്റേഴ്സിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ചെറിയൊരു ചിറ്റ് ചാറ്റ്, കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട്, എത്ര വർഷമായിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കും ഉദ്ദേശം? ഒരു 15 വർഷത്തിന് മേൽ എന്തായാലും 15 ഇയേഴ്സോളമായിട്ട് നമ്മുടെ സബ്സ്ക്രൈബറാണ്. അത് വീട്ടിലാണോ അതോ? വീട്ടിലും ഉണ്ട്, അതോടൊപ്പം തന്നെ ഓഫീസിലും കറക്റ്റായിട്ട് കഴിഞ്ഞ 15 വർഷത്തോളമായിട്ട് ഏഷ്യാനെറ്റിൻ്റെ സർവീസ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയിൽ എപ്പോഴും നമുക്കറിയാം ഫിംഗർ ടിപ്പിലെ ഇൻഫർമേഷൻ നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാനും പറ്റണം. അതുപോലെ നമുക്ക് എടുത്ത സാധനം ചിലപ്പോൾ അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കേണ്ടി വരും. ഇപ്പം പ്രിന്റ് മീഡിയയിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. പക്ഷേ പ്രിന്റ് മീഡിയ ആണെങ്കിൽ പോലും ഇപ്പം എല്ലാ പ്രിന്റ് മേഖലയിലുള്ള മാധ്യമങ്ങൾക്കും ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്. തീർച്ചയായിട്ടും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സർവീസസ്, നമ്മുടെ സ്പീഡ്, നമ്മുടെ കസ്റ്റമർ സപ്പോർട്ടൊക്കെ ഹെൽപ്ഫുൾ ആവുന്നതെന്നൊന്ന് പറഞ്ഞു തുടങ്ങാം. കഴിഞ്ഞ 15 വർഷം കൊണ്ട് പ്രത്യേകിച്ച് ഒരു പരാതിയായിട്ട് പറയത്തക്ക യാതൊന്നും ഏഷ്യാനെറ്റ് ഫൈബർ കേബിളിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. മറിച്ച് ഓഫീസിലായാലും വീട്ടിലായാലും ഞങ്ങളുടെ ഒരു ഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം 24 മണിക്കൂറും ഓൺലൈനിൽ ഞങ്ങളിങ്ങനെ ആക്റ്റീവാണ്. നമുക്ക് നെറ്റായാലും ശരി തന്നെ, ബാക്കി മറ്റ് സംവിധാനങ്ങളെല്ലാം 24 മണിക്കൂർ ഞങ്ങളിതിൽ അവൈലബിൾ ആയാൽ മാത്രമേ ഞങ്ങളുടെ ആ ഒരു മേഖലയിൽ ഞങ്ങൾക്ക് അതിൻ്റെ ഇത് ഉണ്ടാവത്തുള്ളൂ. സ്വാഭാവികമായിട്ടും ഏഷ്യാനെറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നാൾ ഒരു ഇടതടവില്ലാതെ നമുക്ക് അങ്ങനെ ഒരു പറയത്തക്ക വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. സർവീസിൻ്റെ കാര്യത്തിലായാലും ശരി തന്നെ, മറ്റു കാര്യങ്ങളിലുമൊക്കെ സ്വാഭാവികമായിട്ടും 100% സംതൃപ്തി ഏഷ്യാനെറ്റിൻ്റെ കാര്യത്തിൽ, ഫൈബർ കേബിളിൻ്റെ കാര്യത്തിൽ ഉണ്ട് എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളും അല്ലെ, അത് നമുക്കും ഊർജ്ജം തരുന്നതാണ്. കാരണം ഈ ഒരു 30 ഇയേഴ്സ് ഓഫ് സക്സസ്ഫുൾ ജേർണി എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സിൻ്റെ പിന്തുണ ഉള്ളതുകൊണ്ടാണ് നമുക്ക് സാധിച്ചുകൊണ്ടിരിക്കുന്നത്, അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കാനും സാധിക്കുന്നത്. അപ്പോൾ വളരെ നല്ലൊരു ഗസ്റ്റിനെ നമുക്ക് ഇന്നത്തെ ഈ വിന്നേഴ്സിൻ്റെ പേര് ഡിക്ലെയർ ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. ആ സന്തോഷത്തോടു കൂടി നമുക്ക് ആദ്യത്തെ ഭാഗ്യശാലിയിലേക്ക് പോകാം അല്ലേ, ഫസ്റ്റ് ക്ലസ്റ്ററിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലസ്റ്ററിലെ ഭാഗ്യശാലിയെ 100% ക്യാഷ് ബാക്ക് ഓൺ ഫൈബർ സബ്സ്ക്രിപ്ഷൻ ലഭിക്കുന്ന ഭാഗ്യശാലിയെ കണ്ടെത്താം. സാധാരണ നമ്മൾ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ക്ലസ്റ്റർ സെലക്ട് ചെയ്യുന്ന മിക്കവാറും ട്രിവാൻഡ്രത്തുനിന്ന് മുകളിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ കണ്ണൂർ ക്ലസ്റ്ററിൽ നിന്ന് താഴേക്കോ ഒക്കെയാണ് വരുന്നത്. ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു ചേഞ്ചിന് നമുക്ക് കൊച്ചിയിൽ നിന്ന് തുടങ്ങാം അല്ലേ, നമ്മുടെ ഒരു മധ്യ കേരളത്തിൽ നിന്ന് തുടങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു. അത് വളരെ കൗതുകമായിരിക്കും. കാരണം നമ്മളും ഇതുവരെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ കൊച്ചിൻ 1, കൊച്ചി 2 ക്ലസ്റ്ററായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൊച്ചിൻ 1ലെ ഭാഗ്യശാലിയിലേക്ക് നമുക്ക് ആദ്യം പോകാം. അപ്പോൾ 12 ഭാഗ്യശാലികൾക്ക് 100% ക്യാഷ് ബാക്ക് ഓൺ ഏഷ്യാനെറ്റ് ഫൈബർ സബ്സ്ക്രിപ്ഷനാണ് ലഭിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കട്ടെ, കൊച്ചിൻ 1 2 ക്ലസ്റ്റർ ഉണ്ട് കൊച്ചിയിൽ. അപ്പോൾ കൊച്ചിയിലെ ഫസ്റ്റ്
ക്ലസ്റ്ററിലെ ഭാഗ്യശാലി ഇതാ കണ്ടോ, കഴിഞ്ഞ ഒരാഴ്ചത്തെ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സാണ് ആ കാണുന്ന വരകൾ കേട്ടോ. കൊച്ചിൻ വണ്ണിൽ ഇങ്ങനെ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സിൻ്റെ പിന്തുണയുടെ കുതിപ്പ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. ഒരുപാട് പേര് നമ്മുടെ ഫാമിലിയുടെ ഭാഗമായി. ഫാമിലി ഇങ്ങനെ എന്താ പറയുക, ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സന്തോഷം എല്ലാ സബ്സ്ക്രൈബേഴ്സിനും സമ്മാനം തരണം എന്നുണ്ട്. എല്ലാവർക്കും സമ്മാനം ലഭിക്കും കേട്ടോ. കാരണം നമ്മുടെ ഈ ആഘോഷങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മാറി 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 ഓരോരുത്തർക്ക് കിട്ടും. പക്ഷേ തൽക്കാലം കൊച്ചിൻ ഫസ്റ്റിലെ ഇന്നത്തെ ഫസ്റ്റ് വിന്നർ നമുക്ക് നോക്കാം. സ്പിൻ ചെയ്തുകൊണ്ട് ഇതാ കളർ ഡിസ്ക് ഒരു ഭാഗ്യശാലിയിലേക്ക് എത്തുകയാണ്. എത്തിക്കഴിഞ്ഞു. ഡിക്ലെയർ ചെയ്യാം. രജിത് രാജൻ KR, കാക്കനാട്. യെസ്. അപ്പോൾ കൺഗ്രാറ്റുലേഷൻ രജിത് രാജൻ. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. കൊച്ചിയിലെ ക്ലസ്റ്റർ 2 നമുക്ക് പോകാം കേട്ടോ. കൊച്ചിൻ 2 തന്നെ പോകാം. കൊച്ചിൻ 2 യെസ്, കൊച്ചിൻ 2 നമുക്ക് നോക്കാം അല്ലേ. കൊച്ചിൻ 2 ഭാഗ്യശാലിയെ കളർ ഡിസ്ക് സ്പിൻ ചെയ്ത് തുടങ്ങുന്നുണ്ട്. ആൻഡ് എ ലക്കി വിന്നർ ഇസ് ഓൺ ദ വേ. ലെറ്റ്സ് സീ ഹൂ ദ വിന്നർ ഇസ്. എത്തിക്കഴിഞ്ഞു. യെസ്, അബി അലക്സ് ഫ്രം ആലുവ. കൺഗ്രാറ്റുലേഷൻ അബി. ഒരുപാട് സന്തോഷങ്ങൾ. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ അബി അലക്സ്. അപ്പോൾ വേഗം നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി നേരെ ആലപ്പുഴയിലേക്ക് പോകാം അല്ലേ. ആലപ്പിയിലേക്ക് പോകാം. ആലപ്പി ക്ലസ്റ്ററിലെ ഭാഗ്യശാലിയെ കണ്ടെത്താം. ആലപ്പി ക്ലസ്റ്ററിൽ നിന്ന് കളർ ഡിസ്ക് സ്പിൻ ചെയ്തൊരു ഭാഗ്യശാലിയിലേക്ക് എത്തുകയാണ്. 100% ക്യാഷ് ബാക്ക് ഓൺ ഫൈബർ കണക്ഷൻ വന്നിരിക്കുന്നത് പി ഗോപാലകൃഷ്ണൻ പിള്ളൈ ഫ്രം ഹരിപ്പാട്. കൺഗ്രാറ്റുലേഷൻ ഗോപാലകൃഷ്ണ പിള്ളൈ. ഹരിപ്പാട് നിന്ന് പി ഗോപാലകൃഷ്ണ പിള്ളയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത് 100% ക്യാഷ് ബാക്ക് ഓൺ ഫൈബർ കണക്ഷൻ. ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ആലപ്പുഴ നിന്ന് വേഗം അടുത്ത ഒരു ക്ലസ്റ്ററിലേക്ക് കൂടി പോകാം കേട്ടോ. നമുക്കിനി കോഴിക്കോടേക്ക് പോകാം. ഏറ്റവും രുചികരമായ ഭക്ഷണം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട്. അപ്പം കോഴിക്കോട് യെസ്, കോഴിക്കോടും നല്ല കണക്ഷൻസ് നമുക്ക് കഴിഞ്ഞ വീക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് നമ്മുടെ ഫാമിലിയുടെ ഭാഗമായിട്ടുണ്ട്. അതിലൊരു ഭാഗ്യശാലി ഇതാ വരുന്നു. 100% ക്യാഷ് ബാക്ക് ഓൺ ഏഷ്യാനെറ്റ് ഫൈബർ കണക്ഷൻ ഗോസ് ടു സനൂപ് KV, കാലിക്കറ്റ് MC. കൺഗ്രാറ്റുലേഷൻ സനൂപ്. യെസ്, ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. നമ്മൾ 4 ക്ലസ്റ്റേഴ്സ്, കൊച്ചിൻ 1, കൊച്ചിൻ 2, ആലപ്പി, കാലിക്കറ്റ്, അങ്ങനെ 4 ക്ലസ്റ്റേഴ്സിലെ കണ്ടു കഴിഞ്ഞു. ഇനി ബാക്കി 4 ക്ലസ്റ്റേഴ്സിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് കുറച്ച് വിശേഷങ്ങൾ കൂടി നമുക്ക് ചോദിച്ചറിയാം. ഈ ജേർണലിസം ഒരു കഴിഞ്ഞ 15 ഇയേഴ്സിൽ ഒരുപാട് ചേഞ്ചസിലൂടെ ആയിരിക്കുമല്ലോ പോയത് അല്ലേ. എനിക്ക് തോന്നുന്നു 15 ഇയേഴ്സ് മുമ്പ് ഓൺലൈൻ ജേർണലിസം ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്ര സജീവമായിരുന്നില്ല, ഇത്രയും പോപ്പുലർ ആയിരുന്നില്ല. അപ്പൊ എങ്ങനെയാണ് ഒരു 15 ഇയേഴ്സ് മുമ്പ് ഒരു ജേർണലിസ്റ്റ് ആയിട്ട് തുടങ്ങുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഫൈബർ സർവീസ് ഒക്കെ തുടങ്ങുന്ന സമയവും ഇപ്പോഴും തമ്മിലുള്ളൊരു വ്യത്യാസം എന്തായിരുന്നു? ഞാൻ പ്രിന്റ് മീഡിയയിലാണ്. പ്രിന്റ് മീഡിയയിൽ സംബന്ധിച്ച് മുൻകാലങ്ങളിൽ നമ്മളെ ടൈപ്പ് ചെയ്ത് കമ്പോസ്റ്റ് ചെയ്ത് ഒരുപാട് സമയമെടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർത്തകൾ ഇതുണ്ടാക്കാൻ നമുക്ക് ആവശ്യത്തിനൊരു സമയം കിട്ടുമെങ്കിലും അതിൻ്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റിലോട്ട് വരാൻ മുൻകാലങ്ങളിൽ ഒരുപാട് സമയമെടുക്കും. പക്ഷേ ഇപ്പോഴേ ഈ ഇൻ്റർനെറ്റും ഇതൊക്കെ വന്നതിന് ശേഷം വളരെ പെട്ടെന്ന് കാരണം ഇപ്പോഴേതെങ്കിലും ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ നമ്മുടെ പല രീതിയിലും നമുക്ക് തന്നെ അത് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം ഒരു കോമ്പറ്റീഷൻ ഇതിൽ വന്നത് കാരണം ഇങ്ങനെയുള്ള നെറ്റിൻ്റെ ഫാസ്റ്റും മറ്റു കാര്യങ്ങളും ഇതെല്ലാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. കാരണം വാർത്തകൾ എത്രയും പെട്ടെന്ന് എത്തും. കാരണം പത്രം പ്രിൻ്റ് ചെയ്ത് അടുത്ത ദിവസമാണ് വരുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും വേഗത്തിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ നെറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടതടവില്ലാതെ കിട്ടിക്കൊണ്ടിരുന്നാൽ മാത്രമേ ഇത് സാധിക്കത്തുള്ളൂ. കാരണം ഏത് വാർത്തകളും അപ്പോഴും തന്നെ നമുക്കിപ്പം കിട്ടണം. അതെ, എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഇപ്പം ചാനൽസ് ആയാലും ഇപ്പം ലൈവൊക്കെ പോകുന്ന ന്യൂസ് ആണെങ്കിൽ പോലും അപ്പോൾ ഈ ന്യൂസ് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കൂടുതൽ എനിക്കൊന്ന് റിസർച്ച് വർക്ക് വേണ്ടി വരുന്നത് പ്രിന്റിൽ അടുത്ത ദിവസം വരുന്ന പത്രത്തിലാണ്
പ്രിന്റ് പത്രത്തിൽ വന്നു കഴിയുമ്പോൾ മാത്രമാണ് ആ ഒരു വാർത്തയ്ക്ക് ഒരു ആധികാരികത വാലിഡിറ്റി വരുന്നത് അല്ലേ? അവര് കൂടുതൽ ശ്രദ്ധിക്കുന്നത് എപ്പോഴും അത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ എല്ലാ പത്രങ്ങൾക്കും ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്. അപ്പം ഈ മറ്റ് വിഷ്വൽ മീഡിയാസിനോടൊപ്പം പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി ഇതിലും അപ്പം ഈ സ്വാഭാവികമായിട്ടും ആ സ്പോട്ടിൽ തന്നെ വിഷ്വൽ മീഡിയകളിൽ വരുന്നത് പോലെ തന്നെ ഈ ഓൺലൈൻ മാധ്യമങ്ങളിലും വളരെ പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദിവസം പകല് മുഴുവൻ ടി വിയിൽ കാണുന്ന വാർത്ത അടുത്ത ദിവസം പേപ്പറിൽ വരുമ്പോൾ അതിനൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല. അപ്പൊ ഫർദർ അഡീഷണൽ എന്താണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളത് ഭയങ്കര തീർച്ചയായിട്ടും. കാരണം ഒരു എക്സാമ്പിൾ ഇപ്പം ഏതെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആ സംഭവത്തിൻ്റെ ഏറ്റവും പൂർണ്ണത, അതായത് ഇതാണ് ശരി എന്ന് പിറ്റേ ദിവസം മാത്രമേ ഇവർക്കത് ഇത് കിട്ടും. അതിന് കൂടുതലും പ്രിന്റ് മീഡിയ തന്നെയാണ്. ഇപ്പം അത്രയും നമുക്കൊരു കോമ്പറ്റീഷൻ അതിലുണ്ട്, ഒരു വാർത്തയുടെ ഒരു വിശ്വാസ്യത. ഒരു കാര്യം കൂടി ചോദിക്കുക, ഒരു ചെറിയൊരു ക്യൂരിയോസിറ്റിക്കാണ്. നമ്മൾ അടുത്ത ദിവസം പത്രത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം വൈകിട്ടത്തെ സമയമായിരിക്കുമല്ലോ ഏറ്റവും പീക്ക് ടൈം എന്ന് പറയുന്നത് അല്ലേ, പ്രിന്റിന് പോകുന്നതിന് മുമ്പ്. ആ സമയത്തിന് മുമ്പ് ഫൈനൽ നമ്മളൊരു റിസർച്ച് സാധനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ നെറ്റ് സ്ലോ ആയി പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻട്രപ്ഷൻ വരിക എന്ന് പറയുന്ന ഒരു സമയം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഒബ്വിയസ്ലി ടെക്നിക്കലി ഉള്ളതാകുമ്പോൾ അങ്ങനെയുള്ള എക്സ്പീരിയൻസസ് ഉണ്ടായി കാണും. അതിനെ എങ്ങനെയായിരുന്നു നമ്മുടെ ഏഷ്യാനെറ്റ് സർവീസസ് ഡീൽ ചെയ്ത് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് എപ്പോഴും ഒരു കണക്ഷനോടൊപ്പം ഒരു അഡീഷണൽ വേറൊരു ഇത് കണക്ഷനും ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ കൂടുതലും ഉപയോഗിക്കുന്നത് ഏഷ്യൻ കണക്ഷനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്, ഫൈബർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ചില സമയങ്ങളിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാലാവസ്ഥ സംബന്ധിച്ചിട്ട് പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു വന്നിട്ടുണ്ട്. എങ്കിലും ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൻ്റെ അകത്ത് നമുക്ക് മറ്റൊരു സാധനം കൂടെ കിട്ടാൻ ആവശ്യമാണ്. പക്ഷെ അങ്ങനെ ഒരു പറയത്തക്ക രീതിയിലുള്ള വന്നിട്ടില്ല. അതെ അതെ, തീർച്ചയായും. അപ്പം സന്തോഷം. നമ്മുടെ ഈ ഒരു നെറ്റ്വർക്കും നമ്മുടെ സർവീസും ഒക്കെ വളരെ അൺഇൻട്രപ്റ്റഡ് ആയിട്ട് തന്നെ പോകുന്നുണ്ട് നിരന്തരം എന്നുള്ള ഒരു എക്സ്പീരിയൻസ് കൂടിയാണ് കേട്ടോ ഷെയർ ചെയ്തത്. അപ്പോൾ വേഗം നമുക്ക് നെക്സ്റ്റ് 4 ക്ലസ്റ്റേഴ്സിലേക്ക് കൂടി പോകാം. ഇനി നമുക്ക് കണ്ണൂരേക്ക് പോകാം കേട്ടോ. കണ്ണൂർ തെയ്യങ്ങളുടെ നാടാണ്. അപ്പം കണ്ണൂർ കൈത്തറിക്ക് പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ്. രാഷ്ട്രീയം, കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ അച്ചുതണ്ട് വേണമെങ്കിൽ കണ്ണൂരാണെന്ന് പറയാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ണൂരേക്ക് പോകാം. യെസ്, കണ്ണൂര് ഉള്ള പുതിയ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് ഒരു ഭാഗ്യശാലി വന്നിട്ടുണ്ട്. യെസ്, നവാസ് വടകര. കൺഗ്രാറ്റുലേഷൻ നവാസ് ചെടയിൽ ഫ്രം വടകരയാണ് നമ്മുടെ വിന്നർ ആയിരിക്കുന്നത്. 100% ക്യാഷ് ബാക്ക് ഓൺ ഏഷ്യനെറ്റ് സബ്സ്ക്രിപ്ഷൻ ഗോസ് ടു മിസ്റ്റർ നവാസ് ചെടയിൽ. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത ഭാഗ്യശാലിയിലേക്ക് പോകാം. കണ്ണൂർ ക്ലസ്റ്ററിൽ നിന്ന് നമ്മൾ കൊല്ലത്തേക്ക് പോവുകയാണ്. യെസ്, സ്പിൻ ചെയ്ത് നോക്കാം അല്ലേ. കളർ ഡിസ്ക് സ്പിൻ ചെയ്യുന്നുണ്ട്. ഒരു ഭാഗ്യശാലിയിലേക്ക്, ഒരു സബ്സ്ക്രൈബറിലേക്ക് എത്തുകയാണ്. കൊല്ലം ജില്ലയിൽ, കൊല്ലം ക്ലസ്റ്ററിൽ ഹുസൈൻ ടി, കരുനാഗപ്പള്ളി. ഒരുപാട് അഭിനന്ദനങ്ങൾ ഹുസൈൻ. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ. കരുനാഗപ്പള്ളിയിൽ നിന്ന് മിസ്റ്റർ ഹുസൈൻ ടി ആണ് കൊല്ലം ക്ലസ്റ്ററിലെ നമ്മുടെ ഭാഗ്യശാലി ആയിരിക്കുന്നത്. അടുത്ത ക്ലസ്റ്റർ കോട്ടയം, അക്ഷരങ്ങളുടെ നഗരം, അക്ഷരനഗരി അല്ലേ. കോട്ടയത്തേക്ക് നമുക്ക് പോകാം. കോട്ടയം ക്ലസ്റ്ററിലെ ഭാഗ്യശാലി 100% ക്യാഷ് ബാക്ക് ഓൺ ഏഷ്യനെറ്റ് ഫൈബർ സബ്സ്ക്രിപ്ഷൻ ഗോസ് ടു ആർദ്ര ഷാജി, മണ്ണാർക്കാട്. യെസ്, മണ്ണാർക്കാട് നിന്നും ആർദ്ര ഷാജിയാണ്. ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. വി വിൽ ഗോ ടു പാലക്കാട്. യെസ്, പാലക്കാട് ക്ലസ്റ്ററിൽ നിന്ന് പുതിയ ഒരു കഴിഞ്ഞ ആഴ്ച കണക്ഷൻ എടുത്തവരിൽ നിന്ന് ഭാഗ്യശാലി വൈദ്യനാഥൻ കെ, പാലക്കാട്. കൺഗ്രാറ്റുലേഷൻ വൈദ്യനാഥൻ. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ ടു മിസ്റ്റർ വൈദ്യനാഥൻ കെ ഫ്രം പാലക്കാട്. നമ്മൾ ഇത്രയും സമയം സംസാരിച്ചത് മുഴുവൻ ഒരു ജേർണലിസ്റ്റിൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ ആ ഒരു പെർസ്പെക്റ്റീവിലാണ്. ഇത് മാത്രമല്ലല്ലോ, ഇനി ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ, സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലയിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ എങ്ങനെയാണ് എഴുത്തിനെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസിനെയൊക്കെ നമ്മുടെ ഒരു
ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയ ആണല്ലോ എല്ലായിടും തകർക്കുന്നതല്ലേ, എല്ലാം ഡിസൈഡ് ചെയ്യുന്നത് പോലും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വരുന്ന അതെങ്ങനെയാണെന്നൊന്ന് പറയാമോ? അപ്പൊ നമ്മുടെ സർവീസും അൺഇൻട്രപ്റ്റഡ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കാൻ പറ്റുന്നതിന്റെ രഹസ്യമൊക്കെ. എൻ്റെ എഴുത്ത് കൂടുതലും ഈ കഥ എഴുത്തല്ല, പല കാര്യങ്ങൾ റിസർച്ച് ചെയ്തിട്ടാണ് എഴുതുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതലും ആശ്രയിക്കേണ്ടി വരുന്നതും നമുക്കറിയാമല്ലോ, ഇൻ്റർനെറ്റിനെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പലപ്പോഴും ഞങ്ങൾ ഏറ്റവും ലാസ്റ്റിൻ്റെ ഒരു ബുക്ക് ഇറങ്ങിയത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ റിലേറ്റഡ് ആയിട്ടാണ്. അത് ഞങ്ങളൊരു 4 പേര് ചേർന്നിട്ടാണ് എഴുതിയത്. അപ്പോൾ പല സ്ഥലങ്ങളിലുള്ള, അത് രാജ്യത്തിന് പുറത്തുള്ളവരും മറ്റ് രാജ്യങ്ങളിലുള്ളവരുടെയൊക്കെ ആയിട്ട് ചിലപ്പം ലൈവ് കോൺഫറൻസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഒരു തടസ്സം വരാനായിട്ട് പാടില്ല. ഈ തടസ്സം വരുമ്പോൾ സംഭവിക്കുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കും കൂടെ അത് ബാധിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ക്രെഡിബിലിറ്റി കൂടി ബാധിക്കുന്ന വിഷയമാണ്. സ്വാഭാവികമായിട്ടും എഴുത്ത് എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നത് സാധാരണ കഥകൾ എഴുതുന്ന ആൾക്കാരായാൽ പോലും ഇപ്പോഴും ഇതിനെയൊക്കെ ഒരുപാട് ആശ്രയിക്കുന്നുണ്ട്. അതോടൊപ്പം ഞങ്ങളെ പോലുള്ള എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഓരോ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. സ്വാഭാവികമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് ചെയ്യേണ്ടതായിട്ട് വരും, പലരുമായിട്ട് സംസാരിക്കേണ്ടതായിട്ട് വരും. ഇതെല്ലാം നടക്കുന്നത് ഇതിൽ കൂടിയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഇൻ്റർനാഷണൽ സെമിനാർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ സെമിനാറിൽ ഞങ്ങളെ ത്രൂ ഔട്ടായിട്ട്, അത് ഈ ഒരു നെറ്റിനെ മാത്രം വിശ്വസിച്ചിട്ടാണ് 2 മണിക്കൂർ 2.5 മണിക്കൂർ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് മറ്റെന്തെങ്കിലും വരാനായിട്ടൊന്നും പാടില്ല. അപ്പം സ്വാഭാവികമായിട്ടും ഇന്നിതിപ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമായിട്ടൊക്കെ മാറിയിരിക്കും. അത് എഴുത്തിൻ്റെ മേഖലയെന്നല്ല, എല്ലാ മേഖലയിലും. അതെ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ ഒരു കോവിഡ് കാലത്താണ് നമ്മൾ ഓൺലൈൻ ക്ലാസ്സസ്, അതുപോലെ ഓൺലൈനായിട്ട് സെമിനാർസ് അതിപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. ഈ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ട് യൂട്യൂബിലുള്ള കണ്ടന്റ്സ് അങ്ങനെയൊക്കെ ഒരുപാട് സർഫ് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ നമ്മുടെ ഫൈബർ സർവീസിൻ്റെ ഒരു പെർഫോമൻസ്, സ്പീഡ്, അത് ഞാൻ പറഞ്ഞല്ലോ ഇത്രയും നാൾ അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. കാരണം അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു 15 വർഷമൊന്നും നമ്മൾ ഉണ്ടാവത്തില്ലല്ലോ സ്വാഭാവികമായിട്ട്. അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. കാരണം ഇന്ന് മൊണോപ്പൊളി അല്ലല്ലോ, അല്ല നമുക്ക് ചോയ്സസ് ഒരുപാടുണ്ട്. ഇപ്പം പണ്ട് നമ്മൾ പേസ്റ്റ് എന്ന് പറയത്തില്ല, കോൾഗേറ്റ് എന്നേ പറയത്തുള്ളൂ. ആരും പറയാറില്ല ഒരു 15-20 വർഷം മുൻപ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പോയി ഓരോ ബ്രാൻഡ് നെയിം അതേ കണക്ക് തന്നെയാണ് ഈ ഒരു ഇതിലും നിലവിലായിട്ടുള്ളത്. കാരണം ഞങ്ങളിത് ഉപയോഗിച്ച് തുടങ്ങുന്നത് ഏഷ്യാനെറ്റ്, വേറെ വരുന്നാലും ഏഷ്യാനെറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പേസ്റ്റ് എന്ന് പറഞ്ഞ കണക്ക് ഇത് കേബിൾ എന്ന് ഉദ്ദേശിച്ചത് ഏഷ്യാനെറ്റ് ആ ഒരു രീതിയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകിച്ചും ഞാൻ പറയുന്ന തടസ്സങ്ങളൊന്നും വന്നിട്ടില്ല. യെസ്, അപ്പോൾ നമ്മുടെ എന്താണ് ആ ഒരു സർവീസിൻ്റെ അതിന് എത്രത്തോളം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യപത്രമാണ് കേട്ടോ ഈ പറഞ്ഞ കമൻസ് എന്ന് പറയുന്നത്. അത് ഒരുപാട് സന്തോഷം. അപ്പം നമുക്ക് അടുത്ത 4 ക്ലസ്റ്റേഴ്സിലേക്ക് കൂടി പോകാം. പത്തനംതിട്ടയാണ് കേട്ടോ നെക്സ്റ്റ് ക്ലസ്റ്റർ, പത്തനംതിട്ടയാണ്. അപ്പോൾ പത്തനംതിട്ട ക്ലസ്റ്ററിലെ ഭാഗ്യശാലി വരുന്നുണ്ട്. കളർ ഡിസ്ക് സ്പിൻ ചെയ്ത് ഒരു ഭാഗ്യശാലിയിലേക്ക് ഇതാ എത്തുന്നു. ലീലാമ ജോയ് ഫ്രം ചെങ്ങന്നൂർ. കൺഗ്രാറ്റുലേഷൻ ലീലാമ ജോയ്. Hearty congratulations once again to Miss Leelama Joy from Changanur. അപ്പം നമുക്കിനി അവശേഷിക്കുന്നത് 3 ക്ലസ്റ്റേഴ്സ് ആണ്. തൃശ്ശൂർ, ട്രിവാൻഡ്രം 1 ആൻഡ് ട്രിവാൻഡ്രം 2. അപ്പം നമുക്ക് വേഗം തലസ്ഥാന നഗരിയിലേക്ക് വരാം. ട്രിവാൻഡ്രം ഫസ്റ്റ് ക്ലസ്റ്ററിൽ കുറേയധികം പുതിയ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ നമ്മുടെ ഫാമിലിയുടെ ഭാഗമായി. സോ ആ ട്രിവാൻഡ്രം ഫസ്റ്റ് ക്ലസ്റ്ററിലെ പുതിയ കുടുംബാംഗങ്ങളിൽ നിന്ന് ഒരു ഭാഗ്യശാലി വരുന്നുണ്ട് 100% ക്യാഷ് ബാക്കുമായി. യെസ്, വിഷ്ണു വി, പാപ്പനംകോട്. ഒരുപാട് സന്തോഷം വിഷ്ണു, അഭിനന്ദനങ്ങൾ. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് വിഷ്ണു വി ഫ്രം പാപ്പനംകോട്. ട്രിവാൻഡ്രം ക്ലസ്റ്റർ 2-ൽ ഇതാ വരുന്നു 100% ക്യാഷ് ബാക്ക് ലഭിക്കുന്ന ഭാഗ്യശാലി. നമുക്ക് നോക്കാം. തരുൺ കുമാർ, കാര്യവട്ടം. യെസ്, കാര്യവട്ടത്ത് നിന്നും മിസ്റ്റർ തരുൺ കുമാറാണ്. അഭിനന്ദനങ്ങൾ, ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഇനി നമുക്ക് അവശേഷിക്കുന്നത് ഒരേ ഒരു ക്ലസ്റ്റർ കൂടിയാണ് കേട്ടോ. നമ്മുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശ്ശൂരിൽ ഉള്ള ഭാഗ്യശാലി, ക്ലസ്റ്ററിലെ ഭാഗ്യശാലി വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ലാസ്റ്റ് ക്ലസ്റ്ററിലെ ഭാഗ്യശാലിയാണിത്. സുനിത അബൂബക്കർ, കൊടുങ്ങല്ലൂർ. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് മിസ് സുനിത അബൂബക്കർ ഫ്രം കൊടുങ്ങല്ലൂർ.
ഒരുപാട് സന്തോഷം. നമ്മുടെ 12 ക്ലസ്റ്റേഴ്സിലെ 12 ഭാഗ്യശാലികളെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. തെരഞ്ഞെടുത്തത് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ടുള്ള ജേർണലിസ്റ്റും എഴുത്തുകാരനും പൊതുപ്രവർത്തകനും ഒക്കെ ആയിട്ടുള്ള മിസ്റ്റർ AR ആനന്ദാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ഗസ്റ്റിനോട് 1-2 കാര്യങ്ങൾ കൂടി ചോദിക്കാം. നമ്മൾ സാധാരണ എപ്പോഴും ഒരു ഏത് സെക്ടർ ആയാലും, അത് സെയിൽസ് ആയാലും അല്ലെങ്കിൽ സർവീസ് സെക്ടർ ആയാലും ഗ്രോ ചെയ്യുന്നത് നമ്മുടെ ഉൽപ്പന്നം അതിൻ്റെ റിസീവിങ് എൻഡിൽ നിൽക്കുന്ന ഉപഭോക്താക്കളുടെ അഭിപ്രായമാണ് എപ്പോഴും. നമ്മൾ എത്ര പരസ്യം കൊടുത്താലും ഒരു മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നതിൻ്റെ അതൊരു പ്രത്യേക ശക്തിയാണല്ലേ. ഈ 15 വർഷത്തിനിടയിൽ അങ്ങനെ ഒരു സബ്സ്ക്രൈബർ എന്നുള്ള നിലയിൽ ഈ സർവീസിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് പലർക്കും സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും അല്ലേ നമ്മുടെ? തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് അഭിപ്രായം ചോദിക്കുന്ന ഒരു ഇതാണ്. കാരണം പ്രത്യേകിച്ച് ഏത് നെറ്റ് കൊള്ളാം, അല്ലെങ്കിൽ ഏതെന്നാണ് സ്പീഡ് കൂടുതൽ, ഇതെവിടെയൊക്കെ കിട്ടും, പിന്നെ സർവീസ് എങ്ങനെയാണ്. സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ അടുത്തൊരു ഇതുണ്ടാവും, ഒരു എന്തുവാണ്, എൻക്വയറി വരും. തീർച്ചയായിട്ടും ഒരുപാട് പേരുടെ സജക്ട് ചെയ്തിട്ടുണ്ട്. അവരാരും പിന്നെ ഇവർ മറിച്ചൊന്നും പറഞ്ഞിട്ടുമില്ല. അവരെല്ലാവരും സാറ്റിസ്ഫൈഡ് ആണെന്ന് തോന്നുന്നു എല്ലാ കാര്യത്തിൽ 100%. അപ്പോൾ നമ്മൾ 2G 3G 4G കഴിഞ്ഞപ്പോൾ 5G എത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള ഒരു സാങ്കേതിക കുതിപ്പിൽ ഒരു ജേർണലിസ്റ്റ് എന്ന് പറയുന്നത് അടുത്തൊരു 25 വർഷം മുൻകൂട്ടി കാണുമല്ലോ സാധാരണ അല്ലേ? എങ്ങോട്ടാണ് നമ്മുടെ ഈ ഇന്റർനെറ്റ് റെവല്യൂഷൻ, ടെക്നോളജിയുടെ കുതിപ്പെന്നാണ് ഒരു ഇനിയിപ്പം വരാൻ പോകുന്ന കാലത്തെ നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഞങ്ങൾ ഒരുപാട് പ്രതിസന്ധികളെയും നേരിടുന്നുണ്ട്. ഒപ്പം തന്നെ അത്രയും കോമ്പറ്റേറ്റീവ് ആയാൽ മാത്രമേ നമുക്ക് ഈ ഫീൽഡിൽ അത് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം ഞങ്ങൾ പോലും ഇതിലൊക്കെ ഏറ്റവും അവസാനമായി നിൽക്കുന്ന ഒരു കാര്യം ഞങ്ങളുടേതായിട്ടുള്ള കുറേ ഭാവനകൾ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഇതിൽ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയത്തുള്ളൂ. പക്ഷെ അതോടൊപ്പം വരും കാലങ്ങളിൽ ഇതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയാലും ശരി തന്നെ, ഈ ഇൻ്റർനെറ്റ് ആയാലും ശരി തന്നെ, ഇതെല്ലാം മനുഷ്യൻ്റെ ഒരു ഭാഗമായിട്ട് മാറി എല്ലാ ഫീൽഡുകളിലും. സ്വാഭാവികമായിട്ടും കോമ്പറ്റീഷൻ അതേ കണക്കുണ്ടെങ്കിലും ഇത്രയും കാലം ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയുകയാണ്, ഈ ഒരു 15-16 വർഷത്തോളം എന്നോടൊപ്പം ഈ നിലയിൽ, അതായത് ഇൻ്റർനെറ്റൊക്കെ ഉപയോഗിക്കുന്നതിലും കണക്ഷൻസിലൊക്കെ ഏഷ്യാനെറ്റ് എങ്ങനെ നിന്നു, വരും കാലങ്ങളിലും ഈ വരുന്ന കോമ്പറ്റീഷനെല്ലാം നേരിടാനായിട്ട് ഏഷ്യാനെറ്റിനും കഴിയട്ടെ, ഏഷ്യാനെറ്റ് ഫൈബറിനും കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് ആനന്ദേട്ടനെ ലഭിച്ചതിനുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. ഒരുപാട് നന്ദി. താങ്ക് യു. നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് അവരുടെ ആവശ്യാനുസരണം, ഓരോരുത്തരുടെയും റിക്വയർമെൻറ്റിന് അനുസരിച്ച് സബ്സ്ക്രൈബ് ചെയ്യാവുന്ന വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള 2 പ്ലാൻസ് ഉണ്ട്. അതിലാദ്യത്തെ പ്ലാനിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്ലാൻ NY2024 200 Mbps സ്പീഡാണ്. ഗംഭീരമായ സ്പീഡിൽ സർവീസ് ലഭിക്കുന്നതിന് ചിലവാക്കേണ്ട തുക വെറും 675 രൂപ മാത്രം. കൂടെ 5G മോഡവും ലഭിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ പ്ലാൻ അറിഞ്ഞല്ലോ. സെക്കൻഡ് എക്സൈറ്റിംഗ് പ്ലാൻ എന്ന് പറയുന്നത് NY1500 NY1500 ആണ്. 100 Mbps സ്പീഡാണ് ഈ പ്ലാനിൽ ലഭിക്കുന്നത്. 5G മോഡം ലഭിക്കുന്നു. ചിലവാക്കേണ്ടത് വളരെ തുച്ഛമായ തുക മാത്രം, വെറും 500 റുപ്പീസാണ് പ്ലാനിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. ഇനി പുതിയ ഏഷ്യാനെറ്റ് ഫൈബർ കണക്ഷൻ എടുക്കുക എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. ചെയ്യേണ്ടത് ഇത്ര മാത്രം: 8086011111 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്ത് പുതിയ കണക്ഷൻ എടുക്കാവുന്നതാണ്. പുതിയ ഏഷ്യാനെറ്റ് ഫൈബർ കണക്ഷൻ എടുക്കുന്നതിനായി വാട്സാപ്പിൽ HI എന്ന് ടൈപ്പ് ചെയ്ത് ഒരു മെസ്സേജ് ചെയ്താലും മതിയാകും. നമ്മുടെ വാട്സാപ്പ് നമ്പർ 8086011133. ഏഷ്യാനെറ്റ് ക്യാഷ് ബാക്കിന്റെ 5ാമത്തെ എപ്പിസോഡിൽ വിജയകരമായി നമ്മൾ 12 ക്ലസ്റ്ററുകളിൽ നിന്നുള്ള 12 ഭാഗ്യശാലികളെ തിരഞ്ഞെടുത്ത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. 100% ക്യാഷ് ബാക്ക് ഓൺ ഏഷ്യാനെറ്റ് ഫൈബർ സബ്സ്ക്രിപ്ഷനാണ് ഈ 12 പേർക്കും സമ്മാനമായി ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം അടുത്ത ഒരാഴ്ച വരുന്ന പുതിയ കുടുംബാംഗങ്ങളിൽ നിന്നുള്ള ആ 12 ക്ലസ്റ്ററുകളിലെ 12 ഭാഗ്യശാലികളെ തിരഞ്ഞെടുക്കാനായി നമുക്ക് ഒന്ന് ചേരാം. വീണ്ടും കാണാം. അതുവരെ കാത്തിരിക്കുക. ബൈ.